എല്ലാവർക്കും വലിയ നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയ സ്വാഗതം. നമ്മള് പുതിയ വീട്ടില് എന്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, വർഷങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ വേറൊരു പ്ലേസിലായിരുന്നു. അപ്പൊ വന്നപ്പോൾ തൊട്ട് ആ ഒരു പ്ലേസിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ജോലി സ്ഥലമൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയാ, വളരെ അടുത്തായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. കാരണം 2 മിനിറ്റ് ആയിരുന്നു നമുക്ക്, 2 to 3 മിനിറ്റ്സ് നമുക്ക് വാക്ക് ചെയ്താൽ മതി നമ്മുടെ ജോലി സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഷോപ്പിങ്ങിനായിക്കോട്ടെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ബട്ട് 2 വർഷമായപ്പോഴത്തേക്കും കുറെ, ഞാൻ പറയില്ലേ, ആദ്യ വർഷമൊക്കെ നമുക്ക് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് അതിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കംപ്ലയൻസ് ഇങ്ങനെ പറഞ്ഞു ഓരോ ലൈക്ക് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഫീലിങ്സ് ഒക്കെ തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സമാധാനമായിട്ട് സ്ഥലത്ത് നിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പം ഈ ഒരു പ്ലേസ് ഭയങ്കര നല്ലൊരു ഏരിയ ആണ്. ഡബ്ലിൻ 5 ആണ് ഞാൻ താമസിക്കുന്നത്. നല്ല അറ്റ്മോസ്ഫിയർ ആണ്, വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ലൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഞാനിവിടെ എന്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ നടക്കാൻ വരുന്ന പാർക്കിന്റെ തൊട്ടടുത്തായിട്ടാണ് ഞാനിപ്പോ താമസിക്കുന്നത്. അപ്പം ഒരു കുറച്ചും കൂടെ എക്സ്ട്രാ ഒരു 10 മിനിറ്റ് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് എങ്കിൽ കൂടിയും ആ ഒരു ലൊക്കാലിറ്റി തന്നെ നമുക്ക് വീട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടെ ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ, നമുക്ക് കുറച്ച് പീസും അതുപോലെ ഹാപ്പിനെസ് ഒക്കെ നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ്, നിങ്ങൾക്കറിയാം എത്രമാത്രം എക്സ്പെൻസ് ഉണ്ട് നമുക്കൊരു നിൽക്കണേ. ഇപ്പോഴും ഞാൻ ആ നിന്ന സ്ഥലത്ത് തന്നെ ഏകദേശം 90,000 മേലെ ഞാൻ പേ ചെയ്യുന്നുണ്ടായിരുന്നു, ബില്ല് ഒഴികെ. അപ്പം ആലോചിച്ച് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം അത്രയും പൈസ കൊടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ സമാധാനക്കുറവ് അല്ലെങ്കിൽ അതിനായ നമുക്ക് വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം നോക്കിയിട്ട് കാര്യമില്ല, എങ്ങനെയും മാറുക എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ നമുക്കുള്ളൂ. ആദ്യ സമയങ്ങളിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഓവർ വൃത്തിയാണ് ആക്ച്വലി. സോ ലൈക്ക് ആ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസ് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കാം. സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഹൗസ് ആണ്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഹൗസ് ആണ്. ഓഫ് കോഴ്സ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനും അതിന്റെ പാർട്ട് എടുത്ത് ഞാൻ ക്ലീൻ ചെയ്യും. എനിക്ക് എന്റെ ഓരോ ആഴ്ചയിലും നമ്മൾ ക്ലീനിങ് ചെയ്യുന്നതാണ്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ ടോയ്ലറ്റ് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അവർ അതിൽ കവിഞ്ഞ രീതിയിൽ, മീൻസ് നമ്മളൊരു ഒബ്സസീവായിട്ട്, ഒരു ഒബ്സഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ, അത്തരം രീതിയിലേക്ക് ഒരു ഒസിഡി ലെവലിലേക്കൊക്കെ മാറിപ്പോകുന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ടെൻഷനാണ്. നമുക്കൊന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാനോ, നമുക്ക് ജോലി കഴിക്കണമെന്ന് നമുക്കൊന്ന് വിശ്രമിക്കാനോ, നമ്മുടെ സ്പേസ് ഒന്ന് യൂസ് ചെയ്യാനോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലാണെങ്കിൽ തന്നെ ഒന്ന് യൂസ് ചെയ്യാൻ, അങ്ങനെ കുറെ ഡിഫിക്കൽട്ടീസ് വന്നപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ അങ്ങനെ ഒരു പ്ലേസ് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ അവരുടെ ചില കാര്യങ്ങളിലുള്ള ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് തന്നെയാണ്, എത്ര വൃത്തിയാക്കിയാലും വൃത്തിയല്ല എന്നുള്ളൊരു തോന്നലാണ്. അല്ലെങ്കിൽ കൈ കഴുകാനായിക്കോട്ടെ, അല്ലെങ്കിൽ മേശ തുടച്ചാലായിക്കോട്ടെ, ഫ്ലോർ തുടച്ചാലായിക്കോട്ടെ, അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അങ്ങനെ ആയപ്പോ എനിക്ക് തോന്നി ഇതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ അവര് ഡയഗ്നോസ് ഹോസ്പിറ്റലുണ്ടോ നമുക്കറിയത്തില്ല. ബട്ട് എങ്കിൽ കൂടിയും അതാണ് എന്റെ ഒരു നിഗമനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ തുടരുക, അല്ലെങ്കിൽ അങ്ങനെ സ്ഥലത്ത് നിന്ന് നമ്മൾ വെറുതെ നമ്മുടെ പൈസ കൊടുത്തിട്ട് നമുക്ക് റെസ്പെക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രീഡോ അല്ലെങ്കിൽ നമ്മൾക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ലിപ്പിൽ വന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടുപിടിക്കുകയും ഇങ്ങോട്ട് വരുകയും ചെയ്തത്. അപ്പൊ എനിക്കൊരു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു പ്രത്യേകിച്ച് റെന്റിങ്ങിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റെന്റ് ആയിട്ട് വരുന്ന, നമ്മുടെ ടെനന്റ് ആയിട്ട് വരുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ, അല്ലെങ്കിൽ നമ്മൾ റെന്റായിട്ട് കൊടുക്കുന്ന പൈസ മേടിച്ചിട്ട് അവർക്ക് ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ കൊടുക്കാതെ അവർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അവരും ഇതുപോലെ തന്നെ ജോലി സ്ട്രെസ്സും ജോലി ഭാരവും അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത പ്രശ്നങ്ങൾ, ഫാമിലി ഇഷ്യൂസ് ഒക്കെ കടന്നു പോകുന്നവരാണ്. അവരും ഒക്കെ ലൈഫിൽ എല്ലാ സിറ്റുവേഷൻസും കടന്നു പോകുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫ് കുറേയധികം സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അപ്പം അത് വെള്ളക്കാരുടെ ഇടയിൽ അത്രമാത്രം എല്ലായിടത്തും നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. അപ്പം എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല. അപ്പം അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അപ്പൊ ഞാൻ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ കൂടി ഈ പറഞ്ഞോണം ക്ലീനിങ്ങിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ സ്ഥലങ്ങളിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ അവരുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടിട്ടായിരിക്കും നമ്മൾ പോരുന്നത്. പക്ഷെ ഇവിടെ അതിന് പോലും അനുവദിച്ചില്ല. ക്ലീൻ ചെയ്യേണ്ട വഴക്കം കാര്യങ്ങളായിട്ട് ഉണ്ടായോ പാർക്കൊന്നും ചെയ്തില്ല. പക്ഷെ എങ്കിൽ കൂടിയും അവർ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ പേരിൽ ഞാൻ ക്ലീൻ ചെയ്യാതെ തന്നെയാണ്, മീൻസ് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ അവരുടെ ഫോണിലും നമ്മൾ റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ അവർക്കത് വേണ്ട, അവർ തന്നെ ക്ലീൻ ചെയ്യലാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരുമായിരുന്നു.
സാധനങ്ങളെല്ലാം ഒഴിവാക്കി കൊടുത്ത് എല്ലാം സെറ്റപ്പ് ആയിട്ട് ഞാൻ പോന്നു. പക്ഷെ എന്തായാലും എനിക്ക് ഈ ഒരു പ്ലേസിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ മനസ്സമാധാനം, കുറച്ചും കൂടെ ഹാപ്പിനെസ് ഒക്കെ കിട്ടി. ഇവിടെ ആകെ ഇവിടുത്തെ അപ്പച്ചനും മോളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ 4 ബെഡ്റൂം ഹൗസ് ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ സ്പേസും ബാക്കിയാടും ഒക്കെ നമുക്ക് ആവശ്യത്തിനധികം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഇതുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഓസ്ട്രേലിയ സിറ്റുവേഷൻസ് നമ്മൾ വന്നു കഴിയുമ്പോൾ അത് എത്രത്തോളം മറ്റുള്ളവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മറ്റുള്ളവർക്ക് അത് ഹ്യൂമിലിയേഷൻ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ ചില വാക്കുകൾ, പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ കാണിക്കുന്ന ആക്ഷൻസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അൺബിലീവബിൾ. ചില സമയങ്ങളിൽ ഡോറ് ബാങ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഈ ഓവറായിട്ട് ചില പേഴ്സണലായിട്ട് ഇങ്ങനെ സംസാരിച്ചു നടക്കുക, എന്തെങ്കിലും ഒരു കപ്പ് തന്നെ നമ്മൾ സിങ്കിൽ വെച്ചേക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സിറ്റുവേഷൻസ് ആണോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ വണ്ടടിച്ചു പോയത്. എന്ത് പ്രാന്താണ് ഞാൻ ഓർത്തുപോയി. കാരണം ഞാൻ പേഴ്സണലി എപ്പോഴും നല്ല വൃത്തിയിൽ, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഇടം എപ്പോഴും വൃത്തിയായിട്ട് ഉണർത്തുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും അതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ആളാണ്. ഇപ്പം എന്റെ വീടെടുത്താലായിക്കോട്ടെ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ എടുത്താലായിക്കോട്ടെ, ഞാൻ എന്റെ തന്നെ എല്ലാം അങ്ങനെ ഒരു വൃത്തിയുടെ കാര്യത്തിൽ ഞാനും ഒരു പരിധി വരെ ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് തന്നെ വണ്ടർ അടിച്ചു പോയത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് അവരുടെ ആക്ഷൻസിലൂടെയാണ് കൂടുതലും. വായിൽ നേരിട്ട് പറയാതെ ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു സപ്പോസ് ടു ഹാവ് എ കോൺവെർസേഷൻ. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ എം പെർഫെക്റ്റ്. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് കുറവുകളുണ്ട്. ഓഫ് കോഴ്സ് ഞാനത് നികത്താൻ തയ്യാറും തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഒരു കോൺവേഴ്സ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടാവില്ല. അത് ചുമ്മാ അവരുടെ ആക്ഷൻസിലൂടെ. ഇപ്പം നമുക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ആക്ഷൻസിലൂടെ കാണിക്കുക, അല്ലെങ്കിൽ ഫേസിലൂടെ അത് കാണിക്കുക, ആ വാതിൽ വലിച്ചടക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ കിച്ചണിലായിക്കോട്ടെ അവർക്ക് ബുദ്ധിമുട്ടാതിൽ നമ്മൾ അഭിനയിക്കുക, അങ്ങനെയൊക്കെ വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി റിഡിക്കുലസ്. വൈ കാന്റ് ദേ ജസ്റ്റ് ടോക്ക് ടു us like നമുക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ tell us to like get out of the place, you know, which is okay, which is I'm open to it actually. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആണ് ആക്ച്വലി. പക്ഷെ അതൊന്നുമില്ല നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഓഫ് കോഴ്സ് നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് വേറൊരു വീട് നോക്കി പോയിക്കൂടെ നമ്മളെല്ലാവരും ചോദിക്കും. പക്ഷേ ഗെറ്റിംഗ് അക്കോമഡേഷൻ ഹിയർ ഇൻ ഡബ്ലിൻ, ദാറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരു അക്കോമഡേഷൻ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കിട്ടുക എന്നുള്ള ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ റെന്റ് ഈസ് അബ്സല്യൂട്ട്ലി ടു ഹൈ. അപ്പൊ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വരുന്നു. ഇടയ്ക്ക് താമസിക്കാൻ നമ്മൾ ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മളെ ഒരുപക്ഷെ നമുക്ക് ഷോക്കായിട്ട് നമുക്ക് തോന്നാം. കാരണം നമ്മൾ ഇത്രയും പൈസ പേ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫിൽ അത് ഉണ്ടാക്കും. അല്ലെന്നുണ്ടെങ്കിൽ മെന്റലി നമ്മൾ കുറച്ചും കൂടി ഡിപ്രസ് ആയിപ്പോൾ നമുക്ക് ഇതിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതായിട്ട് പോകും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ ലൈക്ക് നമ്മളെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ചിലപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവര് റേസിസ്റ്റ് ആണോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ പോലും ഞാൻ ചിന്തിച്ച ചില സാഹചര്യങ്ങളുണ്ട്. ബട്ട് എനിവേ, സോ ഐ എം റിയലി ഹാപ്പി. ഇപ്പം അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് ആയിട്ട് നമ്മൾ പുതിയൊരു പ്ലേസിൽ വന്നു. അപ്പൊ ഇവിടെ മനസ്സമാധാനമായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ഇരിക്കാനോ മിണ്ടാനോ സംസാരിക്കാനോ, ഒന്ന് ഉറക്കെ പാട്ട് വെച്ച് കേൾക്കാനോ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ സംസാരിക്കാനോ ഒക്കെ നമുക്ക് ഒരു അവസരം ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇങ്ങനെ ഈ OCD പ്രോബ്ലംസ് ഉള്ള ആളുകളുടെ ആ ഒരു സിംറ്റംസ് വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി ഷോക്കിംഗ്. യുനോ കുറെ കാര്യങ്ങൾ അത് പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഞാൻ ക്ലീനിങ് മാത്രം എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കൈ കഴുകുക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ബെഞ്ച് തുടച്ചുകൊണ്ട് നടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഫ്ലോർ തുടച്ചുകൊണ്ട് നടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കുറെ സിംറ്റംസ് ഉണ്ട് ഇങ്ങനെയുള്ള OCD ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്. ഇപ്പം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് തരുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവർക്ക്. അതിന്റെ ഒരു എക്സ്ട്രീമിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അത്രമാത്രം ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ള അക്കോമഡേഷനൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട്, ഇപ്പൊ അത് എത്രമാത്രം അസസ് ചെയ്യാൻ പറ്റും നമുക്കറിയത്തില്ല. ബട്ട് എങ്കിൽ കൂടി അസസ് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ അക്കോമഡേഷൻ നോക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് OCD നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ബട്ട് എങ്കിൽ കൂടി നമ്മുടെ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന രീതികൾക്ക് എല്ലാ മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും, പറയുന്ന സംസാരിക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ ഗെറ്റ് ഔട്ട് ഓഫ് ദ പ്ലേസ്, നമ്മൾ പുതിയ പ്ലേസ് കണ്ടുപിടിച്ച് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഫുള്ള് പോകുന്നതായിരിക്കും. നമുക്ക് പറയാം OCDക്ക് അത് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ, ബട്ട് സ്റ്റിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരുപാട് സൈക്കോതെറാപ്പി അങ്ങനെയുള്ള കുറെ തെറാപ്പീസ് ഒക്കെ ഉണ്ട്. നമുക്കിത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സിംറ്റംസ് കുറച്ചുകൊണ്ട് വരാനുള്ളത് അതൊക്കെ എടുക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഫാമിലിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു വീടൊക്കെ ഒന്ന് റെന്റ് കൊടുക്കാൻ ഞാൻ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഡിസ്കംഫർട്ട് നമ്മുടെ ടെനന്റിനോ അല്ലെന്നുണ്ടെങ്കിൽ ആ വാടക തരുന്ന ആൾക്ക് ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ അവര് നമ്മളെപ്പോഴും കംഫർട്ടായിട്ട് വെക്കേണ്ടത് നമ്മുടെ കടമയും കൂടി കാണുന്നത്. നമ്മൾ ചുമ്മാ എല്ലാം അവിടെ നിൽക്കുന്നത്. എത്രമാത്രം
രൂപ കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നത് ആലോചിക്കുക. 1 ലക്ഷം രൂപ അടുത്ത് നമ്മൾ വാടക മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നല്ലൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു കംഫർട്ട് കൊടുക്കാൻ ഈ വാടക കൊടുക്കുന്ന ആളുകളും ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ആ ടെനന്റിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ ആയിട്ട് വരും. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ആ ഒരു സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയതാണ്. കാരണം നമ്മൾ ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നില്ല. വിസയൊക്കെ പെട്ടെന്ന് സമയത്ത് നമുക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ ഒരു സൈറ്റിൽ നോക്കി അക്കോമഡേഷൻ ബുക്ക് ചെയ്യാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തന്നെയല്ല ക്രിസ്മസ് സീസൺ ഒക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വന്ന് ചാടിപ്പോയി എന്ന് തന്നെ പറയാം. പക്ഷെ അവിടെ നമ്മൾ ഉപദ്രവിക്കുകയോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ എങ്കിൽ കൂടിയും നന്നായിട്ട് തന്നെ പെരുമാറിയൊക്കെയാണ് നമ്മൾ തുടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറെ ഫേസ് ചെയ്യാനും ഒക്കെ തോന്നുന്നത്. ആദ്യം ഞാൻ ഓർത്ത് ഇവർക്ക് ഇത് ഓഫ് കോഴ്സ് നമ്മുടെ ഭാഗത്തായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്നെ തന്നെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ എക്സ്ട്രാ ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. എന്തോ ഒരു എക്സ്ട്രാ ചെയ്താലും എത്രമാത്രം നമ്മൾ എഫേർട്ട് ഇട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു വിലയില്ലാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്. സോ ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ് കണ്ടീഷൻ ദേ ആർ ഫേസിങ്. അത്ര തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സോ അബ്സൊല്യൂട്ട്ലി ഷോക്കിംഗ്. എനിക്ക് ഭയങ്കര ഡിസ്ട്രസ് തന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് മെന്റലി ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മെന്റലി നമ്മളൊരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഒന്നിലും ഒരു താല്പര്യക്കുറവ് തോന്നുന്നു, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ തോന്നുന്നു. കാരണം എന്ത് ചെയ്താലും നമ്മൾ ഇപ്പൊ കുക്ക് ചെയ്താൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചോളൂ, ദൈവം അവരിപ്പോ വരുമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ അങ്ങനെയുള്ള കുറെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകും ഉറപ്പായിട്ടും. അതുപോലെ നമുക്ക് അവർക്ക് പാട്ട് വെച്ച് എന്തെങ്കിലും പറയുമായിരിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള അവർ കോൺസ്റ്റന്റ്ലി എന്തെങ്കിലും കമന്റ് ഒക്കെ ചെയ്യുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ അതെല്ലാം കുറെ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യും. സോ അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് വരും 4 മാസം മോസ്റ്റ്ലി. അപ്പം എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോരാൻ പറ്റി. നല്ലൊരു പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം ഇങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസ് ഉള്ളവർ കാണുമായിരിക്കും പല ഇടത്തിൽ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് ജസ്റ്റ് പറയാൻ വിചാരിച്ചു. അപ്പം ഡബിൾ മല്ലുകോട് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നതിന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ദിസ് ജസ്റ്റ് ലൂയിസ് സൈനിങ് ഓഫ്. സീ യു നെക്സ്റ്റ് ടൈം.